വെൽക്കം ടു വേൾഡ് മാലോ. 2025 ജനുവരി മാസം തൊഴിൽ വീതി 4 ലക്കങ്ങളിലായിട്ട് കൊടുത്തിട്ടുള്ള കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങളാണ് ഇന്നത്തെ വീഡിയോ. ലെറ്റ്സ് സ്റ്റാർട്ട്. ഇന്ത്യയിലെ ആദ്യത്തെ ഭരണഘടനാ പാർക്ക് ഉദ്ഘാടനം ചെയ്തത് എവിടെയാണ്? പൂനെ. ഇന്ത്യയിലെ ആദ്യത്തെ ഭരണഘടനാ പാർക്ക് ഉദ്ഘാടനം ചെയ്തത് എവിടെ? പൂനെ. ഭരണഘടനാ പാർക്ക് നിർമ്മിച്ചത് ഇന്ത്യൻ ആർമിയും ബാലൻ ഗ്രൂപ്പും കൂടെ ചേർന്നിട്ടാണ്. ഭരണഘടനാ പാർക്ക് നിർമ്മിച്ചത് ഇന്ത്യൻ ആർമിയും പുനീത് ബാലൻ ഗ്രൂപ്പും കൂടെ ചേർന്നാണ്. ഭരണഘടനാ പാർക്ക് ഉദ്ഘാടനം ചെയ്തത് സദേൺ കമാൻഡ് ജനറൽ ഓഫീസർ ആയിട്ടുള്ള കമാൻഡിംഗ് ഇൻ ചീഫ് ലഫ്റ്റനന്റ് ജനറൽ അജയ് കുമാർ സിംഗ് ആണ്. ഭരണഘടനാ പാർക്ക് ഉദ്ഘാടനം ചെയ്തത് സദേൺ കമാൻഡ് ജനറൽ ഓഫീസർ ആയിട്ടുള്ള കമാൻഡിംഗ് ഇൻ ചീഫ് ലഫ്റ്റനന്റ് ജനറൽ അജയ് കുമാർ സിംഗ്. ഭരണഘടനാ പാർക്കിന്റെ ലക്ഷ്യം പൗരബോധം, ഭരണഘടനയോടുള്ള ആദരം, ദേശസ്നേഹം. ഇന്ത്യയിലെ ആദ്യ കോൺസ്റ്റിറ്റ്യൂഷൻ മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് എവിടെ? സോനിപത് OP, ജിൻഡാൽ ഗ്ലോബൽ യൂണിവേഴ്സിറ്റി, ഹരിയാന. ഇന്ത്യയിലെ ആദ്യത്തെ കോൺസ്റ്റിറ്റ്യൂഷൻ മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് എവിടെ? സോനിപത് OP, ജിൻഡാൽ ഗ്ലോബൽ യൂണിവേഴ്സിറ്റി, ഹരിയാന. ഇന്ത്യയിലെ ആദ്യ സമ്പൂർണ്ണ ഭരണഘടനാ സാക്ഷരതാ ജില്ല കൊല്ലം. ഇന്ത്യയിലെ ആദ്യ സമ്പൂർണ്ണ ഭരണഘടനാ സാക്ഷരതാ ജില്ല കൊല്ലം. 2024 ഹരിവരാസന പുരസ്കാരം നേടിയത് PK വീരമണിദാസൻ. 2024 ഹരിവരാസന പുരസ്കാരം നേടിയത് PK വീരമണിദാസൻ. 2023 ശ്രീകുമാരൻ തമ്പി. 2022 ആലപ്പി രംഗനാഥ്. 2024 PK വീരമണിദാസൻ, 2023 ശ്രീകുമാരൻ തമ്പി, 2022 ആലപ്പി രംഗനാഥ്. മൃഗസംരക്ഷണ വകുപ്പിന് കീഴിലുള്ള മൃഗാശുപത്രികളിലെ ക്രമക്കേടുകൾ കണ്ടെത്തുന്നതിനായി സംസ്ഥാന വിജിലൻസ് നടത്തിയ മിന്നൽ പരിശോധന ഓപ്പറേഷൻ വൈറ്റ് സ്കാൻ. മൃഗസംരക്ഷണ വകുപ്പിന് കീഴിലുള്ള മൃഗാശുപത്രികളിലെ ക്രമക്കേടുകൾ കണ്ടെത്തുന്നതിനായി സംസ്ഥാന വിജിലൻസ് നടത്തിയ മിന്നൽ പരിശോധന ഓപ്പറേഷൻ വൈറ്റ് സ്കാൻ. മുഴുവൻ ഭക്ഷ്യസംരംഭകരെയും ഭക്ഷ്യസുരക്ഷാ ലൈസൻസ് പരിധിയിൽ കൊണ്ടുവരാൻ ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ നേതൃത്വത്തിൽ ആരംഭിച്ച പരിശോധന ഓപ്പറേഷൻ ഫോസ്കോസ്. മുഴുവൻ ഭക്ഷ്യസംരംഭകരെയും ഭക്ഷ്യസുരക്ഷാ ലൈസൻസ് പരിധിയിൽ കൊണ്ടുവരാൻ ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ നേതൃത്വത്തിൽ ആരംഭിച്ച പരിശോധന ഓപ്പറേഷൻ ഫോസ്കോസ്. റെസ്റ്റോറന്റ് മേഖലയിൽ സംസ്ഥാന GST വകുപ്പിന്റെ നേതൃത്വത്തിൽ നടന്ന വ്യാപക പരിശോധന ഓപ്പറേഷൻ ഫാനം. റെസ്റ്റോറന്റ് മേഖലയിൽ സംസ്ഥാന GST വകുപ്പിന്റെ നേതൃത്വത്തിൽ നടന്ന വ്യാപക പരിശോധന ഓപ്പറേഷൻ ഫാനം. അനധികൃതമായി ആന്റിബയോട്ടിക് മരുന്നുകൾ വിപണിയിൽ എത്തുന്നത് തടയാൻ ഡ്രഗ് കൺട്രോൾ വകുപ്പ് രൂപം കൊടുത്ത ഓപ്പറേഷൻ ഡബിൾ ചെക്ക്. അനധികൃതമായി ആന്റിബയോട്ടിക് മരുന്നുകൾ വിപണിയിൽ എത്തുന്നത് തടയാൻ ഡ്രഗ് കൺട്രോൾ വകുപ്പ് രൂപം കൊടുത്ത ഓപ്പറേഷൻ ഡബിൾ ചെക്ക്. കേരളത്തിലെ ആദ്യ ദീപാലംകൃത പാലം സ്ഥിതി ചെയ്യുന്നത് എവിടെ? ഫറോക്ക്. കേരളത്തിലെ ആദ്യ ദീപാലംകൃത പാലം സ്ഥിതി ചെയ്യുന്നത് ഫറോക്ക്. 2024 രാജ്യത്തെ ആദ്യത്തെ ജനറേറ്റീവ് AI കോൺക്ലേവിന് വേദിയായ ഇന്ത്യൻ നഗരം കൊച്ചി. 2024 രാജ്യത്തെ ആദ്യത്തെ ജനറേറ്റീവ് AI കോൺക്ലേവിന് വേദിയായ ഇന്ത്യൻ നഗരം കൊച്ചി. AI ക്യാപിറ്റൽ ഓഫ് ദി വേൾഡ് എന്ന ടാഗ്ലൈനുമായി ഗ്ലോബൽ AI ഉച്ചകോടിക്ക് 2024 വേദിയായ ഇന്ത്യൻ നഗരം ഹൈദരാബാദ്. AI ക്യാപിറ്റൽ ഓഫ് ദി വേൾഡ് എന്ന ടാഗ്ലൈനുമായി ഗ്ലോബൽ AI ഉച്ചകോടിക്ക് 2024 വേദിയായ ഇന്ത്യൻ നഗരം ഹൈദരാബാദ്. 2023 നവംബറിൽ ലോകത്ത് ആദ്യമായി നടന്ന AI സുരക്ഷാ ഉച്ചകോടിയുടെ വേദി ബ്ലിച്ചി പാർക്ക്, ഇംഗ്ലണ്ട്. 2023 നവംബറിൽ ലോകത്ത് ആദ്യമായി നടന്ന AI സുരക്ഷാ ഉച്ചകോടിയുടെ വേദി ബ്ലിച്ചി പാർക്ക്, ഇംഗ്ലണ്ട്. സംസ്ഥാനത്തെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരതാ മണ്ഡലം തളിപ്പറമ്പ്. സംസ്ഥാനത്തെ ആദ്യ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരതാ മണ്ഡലം തളിപ്പറമ്പ്. സംസ്ഥാനത്തെ ആദ്യ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരതാ നഗരം മൂവാറ്റുപുഴ, എറണാകുളം. സംസ്ഥാനത്തെ ആദ്യ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരതാ നഗരം മൂവാറ്റുപുഴ, എറണാകുളം. രാജ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരത നേടുന്ന ആദ്യ ബ്ലോക്ക് പഞ്ചായത്ത് കിളിമാനൂർ, തിരുവനന്തപുരം. രാജ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരത നേടുന്ന ആദ്യ ബ്ലോക്ക് പഞ്ചായത്ത് കിളിമാനൂർ, തിരുവനന്തപുരം. രാജ്യത്ത് ഡിജിറ്റൽ സാക്ഷരത കൈവരിച്ച ആദ്യ സംസ്ഥാനം കേരളം. രാജ്യത്ത് ഡിജിറ്റൽ സാക്ഷരത കൈവരിച്ച ആദ്യ സംസ്ഥാനം കേരളം. ജോലിസ്ഥലത്ത് സ്ത്രീകൾക്ക് നേരെയുള്ള ലൈംഗിക പീഡന പരാതികൾ രജിസ്റ്റർ ചെയ്യുന്നതിനും നിരീക്ഷിക്കുന്നതിനുമുള്ള കേന്ദ്ര വനിതാ ശിശു വികസന മന്ത്രാലയത്തിന്റെ കേന്ദ്രീകൃത പ്ലാറ്റ്ഫോം ഷീബോക്സ്. ജോലിസ്ഥലത്ത് സ്ത്രീകൾക്ക് നേരെയുള്ള ലൈംഗിക പീഡന പരാതികൾ രജിസ്റ്റർ ചെയ്യുന്നതിനും നിരീക്ഷിക്കുന്നതിനുമുള്ള കേന്ദ്ര വനിതാ ശിശു വികസന മന്ത്രാലയത്തിന്റെ കേന്ദ്രീകൃത പ്ലാറ്റ്ഫോം ഷീബോക്സ്.
കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല എന്ന ബഹുമതി സ്വന്തമാക്കിയ ഇടുക്കിയുടെ വിസ്തീർണം 4612 ചതുരശ്ര കിലോമീറ്റർ. കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല എന്ന ബഹുമതി സ്വന്തമാക്കിയ ഇടുക്കിയുടെ വിസ്തീർണം 4612 ചതുരശ്ര കിലോമീറ്റർ. എറണാകുളം ജില്ലയിലെ കുട്ടമ്പുഴ വില്ലേജിന്റെ ഏതാനും ഭാഗങ്ങൾ ഇടമലക്കുടി വില്ലേജിലേക്ക് കൂട്ടിച്ചേർത്തതോടെയാണ് ഇടുക്കി 1-ാം സ്ഥാനത്തിലേക്ക് എത്തിയത്. ജോർജിയയുടെ പുതിയ പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടത് മിഖായേൽ കവലാഷ്ലി. ജോർജിയയുടെ പുതിയ പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടത് മിഖായേൽ കവലാഷ്ലി. ഫിഫ ഇന്റർ കോണ്ടിനെന്റൽ കപ്പ് ഫുട്ബോൾ കിരീടം സ്വന്തമാക്കിയത് റയൽ മാഡ്രിഡ്. ഫിഫ ഇന്റർ കോണ്ടിനെന്റൽ കപ്പ് ഫുട്ബോൾ കിരീടം സ്വന്തമാക്കിയത് റയൽ മാഡ്രിഡ്. ഇന്ത്യയും ഫ്രാൻസും സംയുക്തമായി ന്യൂഡൽഹിയിൽ നിർമ്മിക്കുന്ന പുതിയ നാഷണൽ മ്യൂസിയത്തിന്റെ പേര് യുഗായുഗിൻ ഭാരത്. ഇന്ത്യയും ഫ്രാൻസും സംയുക്തമായി ന്യൂഡൽഹിയിൽ നിർമ്മിക്കുന്ന പുതിയ നാഷണൽ മ്യൂസിയത്തിന്റെ പേര് യുഗായുഗിൻ ഭാരത്. 2024 കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരത്തിന് അർഹനായത് കെ ജയകുമാർ, കവിത പിങ്കളകേശിനി. 2024 കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരത്തിന് അർഹനായത് കെ ജയകുമാർ, കവിത പിങ്കളകേശിനി. ചലച്ചിത്ര രംഗത്തെ ആയുഷ്കാല സംഭാവനയ്ക്കുള്ള സംസ്ഥാന സർക്കാരിന്റെ 2023 JC ഡാനിയൽ പുരസ്കാര ജേതാവ് ഷാജി എൻ കരുൺ. ചലച്ചിത്ര രംഗത്തെ ആയുഷ്കാല സംഭാവനയ്ക്കുള്ള സംസ്ഥാന സർക്കാരിന്റെ 2023 JC ഡാനിയൽ പുരസ്കാര ജേതാവ് ഷാജി എൻ കരുൺ. ഗയാനയുടെ ഏറ്റവും ഉയർന്ന അംഗീകാരമായ ദ ഓർഡർ ഓഫ് ദി എക്സലൻസ് 2024 നവംബറിൽ ലഭിച്ചത് ആർക്കാണ്? നരേന്ദ്രമോദി. ഗയാനയുടെ ഏറ്റവും ഉയർന്ന അംഗീകാരമായ ദ ഓർഡർ ഓഫ് ദി എക്സലൻസ് 2024 നവംബറിൽ ലഭിച്ചത് ആർക്കാണ്? നരേന്ദ്രമോദി. കുവൈറ്റിന്റെ പരമോന്നത സിവിലിയൻ ബഹുമതിയായ ദ ഓർഡർ ഓഫ് മുബാറക് അൽ കബീർ മെഡൽ 2024 ലഭിച്ചത് ആർക്കാണ്? നരേന്ദ്രമോദി. കുവൈറ്റിന്റെ പരമോന്നത സിവിലിയൻ ബഹുമതിയായ ദ ഓർഡർ ഓഫ് മുബാറക് അൽ കബീർ മെഡൽ 2024 ലഭിച്ചത് ആർക്കാണ്? നരേന്ദ്രമോദി. കരീബിയൻ രാജ്യമായ ബാർബഡോസിന്റെ ഉയർന്ന ബഹുമതിയായ ഓണററി ഓർഡർ ഓഫ് ദി ഫ്രീഡം ഓഫ് ബാർബഡോസ് 2024 ലഭിച്ചത് ആർക്കാണ്? നരേന്ദ്രമോദി. കരീബിയൻ രാജ്യമായ ബാർബഡോസിന്റെ ഉയർന്ന ബഹുമതിയായ ഓണററി ഓർഡർ ഓഫ് ദി ഫ്രീഡം ഓഫ് ബാർബഡോസ് 2024 ലഭിച്ചത് നരേന്ദ്രമോദി. റഷ്യയുടെ പരമോന്നത സിവിലിയൻ ബഹുമതിയായ ഓർഡർ ഓഫ് സെയിന്റ് ആൻഡ്രൂ ദ അപ്പോസ്റ്റൽ 2024 ലഭിച്ചത് നരേന്ദ്രമോദിക്കാണ്. റഷ്യയുടെ പരമോന്നത സിവിലിയൻ ബഹുമതിയായ ഓർഡർ ഓഫ് സെയിന്റ് ആൻഡ്രൂ ദ അപ്പോസ്റ്റൽ 2024 ലഭിച്ചത് നരേന്ദ്രമോദി. ഫിജിയുടെ പരമോന്നത സിവിലിയൻ ബഹുമതിയായ കമ്പാനിയൻ ഓഫ് ദി ഓർഡർ ഓഫ് ഫിജി 2024 ലഭിച്ചത് ദ്രൗപദി മുർമു. ഫിജിയുടെ പരമോന്നത സിവിലിയൻ ബഹുമതിയായ കമ്പാനിയൻ ഓഫ് ദി ഓർഡർ ഓഫ് ഫിജി 2024 ലഭിച്ചത് ദ്രൗപദി മുർമു. കാൻ ചലച്ചിത്രോത്സവത്തിൽ പിയർ ആഞ്ചിനോ എക്സലൻസ് ഇൻ സിനിമാറ്റോഗ്രാഫി ബഹുമതി ലഭിച്ച ആദ്യ ഏഷ്യക്കാരൻ സന്തോഷ് ശിവൻ. കാൻ ചലച്ചിത്രോത്സവത്തിൽ പിയർ ആഞ്ചിനോ എക്സലൻസ് ഇൻ സിനിമാറ്റോഗ്രാഫി ബഹുമതി ലഭിച്ച ആദ്യ ഏഷ്യക്കാരൻ സന്തോഷ് ശിവൻ. 2024 77ാമത് കാൻ ചലച്ചിത്രമേളയിൽ ഗ്രാൻഡ് പ്രീ പുരസ്കാരം നേടിയ ചിത്രം ഓൾ വി ഇമാജിൻ ആസ് ലൈറ്റ്. സംവിധാനം പായൽ കബാഡിയ. 2024 77ാമത് കാൻ ചലച്ചിത്രമേളയിൽ ഗ്രാൻഡ് പ്രീ പുരസ്കാരം നേടിയ ചിത്രം ഓൾ വി ഇമാജിൻ ആസ് ലൈറ്റ്. സംവിധാനം പായൽ കബാഡിയ. 2024 കാൻ ചലച്ചിത്രമേളയിൽ ഹ്രസ്വചിത്ര വിഭാഗത്തിൽ മത്സരിച്ച മലയാള ചിത്രം കൈമര. 2024 കാൻ ചലച്ചിത്രമേളയിൽ ഹ്രസ്വചിത്ര വിഭാഗത്തിൽ മത്സരിച്ച മലയാള ചിത്രം കൈമര. കാൻ ചലച്ചിത്രമേളയിൽ മികച്ച നടിക്കുള്ള അൺസർട്ടൈൻ റിഗാർഡ് പ്രൈസ് ലഭിച്ച ആദ്യ ഇന്ത്യക്കാരി അനസൂയ സെൻഗുപ്ത. ചിത്രം ദ ഷെയിംലെസ്. കാൻ ചലച്ചിത്രമേളയിൽ മികച്ച നടിക്കുള്ള അൺസർട്ടൈൻ റിഗാർഡ് പ്രൈസ് ലഭിച്ച ആദ്യ ഇന്ത്യക്കാരി അനസൂയ സെൻഗുപ്ത. ചിത്രം ദ ഷെയിംലെസ്. 2024 പാരാലിമ്പിക്സിൽ ഇന്ത്യയുടെ സ്ഥാനം 18. 7 സ്വർണവും 9 വെള്ളിയും 13 വെങ്കലും ഉൾപ്പെടെ 21 മെഡലുകളാണ് ഇന്ത്യക്ക് ലഭിച്ചത്. 2024 പാരാലിമ്പിക്സിൽ ഇന്ത്യയുടെ സ്ഥാനം 18 ആണ്. 7 സ്വർണം, 9 വെള്ളി, 13 വെങ്കലം ഉൾപ്പെടെ 29 മെഡലുകൾ. 2024 പാരാലിമ്പിക്സിൽ 1-ാം സ്ഥാനം നേടിയത് ചൈനയാണ്. 94 സ്വർണം, 76 വെള്ളി, 50 വെങ്കലം ഉൾപ്പെടെ 220 മെഡലുകൾ. 2024 പാരാലിമ്പിക്സിൽ 1-ാം സ്ഥാനം നേടിയത് ചൈനയാണ്. 94 സ്വർണം, 76 വെള്ളി, 50 വെങ്കലം ഉൾപ്പെടെ 220 മെഡലുകൾ. 2024 പാരാലിമ്പിക്സിൽ 2-ാം സ്ഥാനം നേടിയത് ബ്രിട്ടനാണ്.
49 സ്വർണം, 44 വെള്ളി, 31 വെങ്കലം ഉൾപ്പെടെ 121 മെഡലുകൾ. 2024 പാരാലിമ്പിക്സിൽ 2ാം സ്ഥാനം നേടിയത് ബ്രിട്ടനാണ്. 49 സ്വർണം, 44 വെള്ളി, 31 വെങ്കലം ഉൾപ്പെടെ 124 മെഡലുകൾ. 2024 പാരാലിമ്പിക്സിൽ ആദ്യ സ്വർണം നേടിയത് കരോലിൻ ഗ്രൂട്ട്. 2024 പാരാലിമ്പിക്സിൽ ആദ്യ സ്വർണം നേടിയത് കരോലിൻ ഗ്രൂട്ട്. മികച്ച കർഷകനുള്ള കൃഷിവകുപ്പ് ഏർപ്പെടുത്തിയ 2024 കർഷകോത്തമ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? CD രവീന്ദ്രൻ നായർ. മികച്ച കർഷകനുള്ള കൃഷിവകുപ്പ് ഏർപ്പെടുത്തിയ 2024 കർഷകോത്തമ പുരസ്കാരം ലഭിച്ചത് CD രവീന്ദ്രൻ നായർ. 2024 മികച്ച തെങ്ങ് കർഷകനുള്ള കേരകേസരി പുരസ്കാരത്തിന് അർഹനായത് PT സുഷമ. 2024 മികച്ച തെങ്ങ് കർഷകനുള്ള കേരകേസരി പുരസ്കാരത്തിന് അർഹനായത് PT സുഷമ. 2024 കർഷക തിലകം പുരസ്കാരം ലഭിച്ചത് K ബിന്ദു. 2024 കർഷക തിലക പുരസ്കാരം ലഭിച്ചത് K ബിന്ദു. മികച്ച കർഷക തൊഴിലാളികൾക്ക് നൽകുന്ന സമശക്തി പുരസ്കാരം ലഭിച്ചത് ഇന്ദിര. മികച്ച കർഷക തൊഴിലാളികൾക്ക് നൽകുന്ന സമശക്തി പുരസ്കാരം ലഭിച്ചത് ഇന്ദിര. നാറ്റോയുടെ സെക്രട്ടറി ജനറലായി 2024 ഒക്ടോബർ 1 നിയമിതനായത് ആരാണ്? മാർക്ക് റൂട്ട്. നാറ്റോയുടെ സെക്രട്ടറി ജനറലായി 2024 ഒക്ടോബർ 1 നിയമിതനായത് മാർക്ക് റൂട്ട്. രക്ഷിതാക്കളുടെ പെൻഷൻ അക്കൗണ്ടിൽ പണം നിക്ഷേപിച്ച് കുട്ടികളുടെ ഭാവി സുരക്ഷിതമാക്കാനുള്ള കേന്ദ്ര സർക്കാരിന്റെ പദ്ധതി NPS വാത്സല്യ. രക്ഷിതാക്കളുടെ പെൻഷൻ അക്കൗണ്ടിൽ പണം നിക്ഷേപിച്ച് കുട്ടികളുടെ ഭാവി സുരക്ഷിതമാക്കാനുള്ള കേന്ദ്ര സർക്കാരിന്റെ പദ്ധതി NPS വാത്സല്യ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചത് 2024 സെപ്റ്റംബർ 18. 18 വയസ്സ് പൂർത്തിയാകാത്ത ഏതൊരു ഇന്ത്യൻ പൗരന്റെ പേരിലും അക്കൗണ്ട് തുറക്കാം. മിനിമം നിക്ഷേപ തുക 1000 രൂപ. രക്ഷിതാക്കളുടെ പെൻഷൻ അക്കൗണ്ടിൽ പണം നിക്ഷേപിച്ച് കുട്ടികളുടെ ഭാവി സുരക്ഷിതമാക്കാനുള്ള കേന്ദ്ര സർക്കാരിന്റെ പദ്ധതി NPS വാത്സല്യ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചത് 2024 സെപ്റ്റംബർ 18. 18 വയസ്സ് പൂർത്തിയാകാത്ത ഏതൊരു ഇന്ത്യൻ പൗരന്റെ പേരിലും അക്കൗണ്ട് തുറക്കാം. മിനിമം നിക്ഷേപ തുക 1000 രൂപ. 70 വയസ്സ് കഴിഞ്ഞവർക്ക് 5 ലക്ഷം രൂപയുടെ ആരോഗ്യ ഇൻഷുറൻസ് പരിരക്ഷ സൗജന്യമായി നൽകുന്നതിനുള്ള കേന്ദ്ര സർക്കാർ പദ്ധതി ആയുഷ്മാൻ ഭാരത്. 70 വയസ്സ് കഴിഞ്ഞവർക്ക് 5 ലക്ഷം രൂപയുടെ ആരോഗ്യ ഇൻഷുറൻസ് പരിരക്ഷ സൗജന്യമായി നൽകുന്നതിനുള്ള കേന്ദ്ര സർക്കാർ പദ്ധതി ആയുഷ്മാൻ ഭാരത്. സൗരപഠനം ലക്ഷ്യമിട്ട് യൂറോപ്യൻ ബഹിരാകാശ ഏജൻസിയും ISROയും ചേർന്ന് രൂപകൽപ്പന ചെയ്ത പ്രൊബ 3യുടെ വിക്ഷേപണ വാഹനം PSLV C-59. സൗരപഠനം ലക്ഷ്യമിട്ട് യൂറോപ്യൻ ബഹിരാകാശ ഏജൻസിയും ISROയും ചേർന്ന് രൂപകൽപ്പന ചെയ്ത പ്രൊബ 3യുടെ വിക്ഷേപണ വാഹനം PSLV C-59. ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ ബഹിരാകാശ നിലയത്തിൽ നിന്ന് 2024 ഡിസംബർ 5 വിക്ഷേപിച്ചത്. സൂര്യന്റെ അന്തരീക്ഷത്തിൽ ഏറ്റവും ബാഹ്യഭാഗത്തുള്ളതും ചൂടേറിയതുമായ കൊറോണയെക്കുറിച്ച് പഠിക്കുകയാണ് ലക്ഷ്യം. കൊറോണോഗ്രാഫ്, ഒക്യുൾട്ടർ എന്നിവയാണ് 2 കൃത്രിമ ഉപഗ്രഹങ്ങൾ. ISROയുടെ കൊമേഴ്സ്യൽ വിഭാഗമായ ന്യൂ സ്പേസ് ഇന്ത്യ ലിമിറ്റഡും യൂറോപ്യൻ സ്പേസ് ഏജൻസിയും സഹകരിച്ചാണ് പ്രൊബ 3 ദൗത്യം നയിക്കുന്നത്. ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ ബഹിരാകാശ നിലയത്തിൽ നിന്ന് 2024 ഡിസംബർ 5 വിക്ഷേപിച്ചത്. സൂര്യന്റെ അന്തരീക്ഷത്തിൽ ഏറ്റവും ബാഹ്യഭാഗത്തുള്ളതും ചൂടേറിയതുമായ കൊറോണയെക്കുറിച്ച് പഠിക്കുകയാണ് ലക്ഷ്യം. കൊറോണോഗ്രാഫ്, ഒക്യുൾട്ടർ എന്നിവയാണ് 2 കൃത്രിമ ഉപഗ്രഹങ്ങൾ. ISROയുടെ കൊമേഴ്സ്യൽ വിഭാഗമായ ന്യൂ സ്പേസ് ഇന്ത്യ ലിമിറ്റഡും യൂറോപ്യൻ സ്പേസ് ഏജൻസിയും സഹകരിച്ചാണ് പ്രൊബ 3 ദൗത്യം നയിക്കുന്നത്. കേരളത്തിൽ ഉണ്ടായ ഏറ്റവും വലിയ ഉരുൾപൊട്ടൽ ദുരന്തമായി കണക്കാക്കുന്ന വയനാട് ഉരുൾപൊട്ടൽ ദുരന്തം നടന്ന ദിവസം 2024 ജൂലൈ 30. കേരളത്തിലുണ്ടായ ഏറ്റവും വലിയ ഉരുൾപൊട്ടൽ ദുരന്തമായി കണക്കാക്കുന്ന വയനാട് ഉരുൾപൊട്ടൽ നടന്ന ദിവസം 2024 ജൂലൈ 30. ISRO പുറത്തിറക്കിയ ലാൻഡ്സ്ലൈഡ് അത്ലറ്റ്സ് പ്രകാരം ഉരുൾപൊട്ടൽ ദുരന്തമുണ്ടാകുന്ന സംസ്ഥാനങ്ങളുടെ പട്ടികയിൽ കേരളത്തിന്റെ സ്ഥാനം 6. ISRO പുറത്തിറക്കിയ ലാൻഡ്സ്ലൈഡ് അത്ലറ്റ്സ് പ്രകാരം ഉരുൾപൊട്ടൽ ദുരന്തമുണ്ടാകുന്ന സംസ്ഥാനങ്ങളുടെ പട്ടികയിൽ കേരളത്തിന്റെ സ്ഥാനം 6. ഐക്യരാഷ്ട്ര സംഘടനയുടെ ഇന്റേണൽ ജസ്റ്റിസ് കൗൺസിൽ അധ്യക്ഷനായി നിയമിതനായത് മദൻ ബി ലോക്കൂർ. ഐക്യരാഷ്ട്ര സംഘടനയുടെ ഇന്റേണൽ ജസ്റ്റിസ് കൗൺസിൽ അധ്യക്ഷനായി നിയമിതനായത് മദൻ ബി ലോക്കൂർ. 29ാമത് കേരള രാജ്യാന്തര ചലച്ചിത്രമേളയിൽ മികച്ച ചിത്രത്തിനുള്ള സുവർണ ചകോരം ലഭിച്ച ബ്രസീലിയൻ ചിത്രം മാലുവിന്റെ സംവിധായകനാരാണ്? പെഡ്രോ ഫ്രയറി.
29ാമത് കേരള രാജ്യാന്തര ചലച്ചിത്രമേളയിൽ മികച്ച ചിത്രത്തിനുള്ള സുവർണ ചകോരം ലഭിച്ച ബ്രസീലിയൻ ചിത്രം മാലുവിന്റെ സംവിധായകനാരാണ്? പെഡ്രോ ഫയറി. 2024 70ാമത് നെഹ്റു ട്രോഫി വള്ളംകളിയിൽ ജേതാക്കളായത് കാരിച്ചാൽ ചുണ്ടൻ. 2024 70ാമത് നെഹ്റു ട്രോഫി വള്ളംകളിയിൽ ജേതാക്കളായത് കാരിച്ചാൽ ചുണ്ടൻ. 2024 ഡിസംബറിൽ ഇന്ത്യൻ സമുദ്രത്തിലെ ഫ്രഞ്ച് പ്രദേശമായ മയോട്ടയിൽ നാശം വിതച്ച ചുഴലിക്കാറ്റ് ചിഡോ. 2024 ഡിസംബറിൽ ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ഫ്രഞ്ച് പ്രദേശമായ മയോട്ടയിൽ നാശം വിതച്ച ചുഴലിക്കാറ്റ് ചിഡോ. 2024 നവംബറിൽ ബംഗാൾ ഉൾക്കടൽ തീരത്ത് വീശിയടിച്ച ചുഴലിക്കാറ്റ് ഫെങ്കൽ. 2024 നവംബറിൽ ബംഗാൾ ഉൾക്കടൽ തീരത്ത് വീശിയടിച്ച ചുഴലിക്കാറ്റ് ഫെങ്കൽ. 2024 ഒക്ടോബറിൽ ബംഗാൾ ഉൾക്കടൽ തീരത്ത് വീശിയടിച്ച് ഒഡീഷ, പശ്ചിമ ബംഗാൾ എന്നീ സംസ്ഥാനങ്ങളിൽ നാശം വിതച്ച ചുഴലിക്കാറ്റ് ദാന. ആ പേര് നൽകിയത് ഖത്തറാണ്. 2024 ഒക്ടോബറിൽ ബംഗാൾ ഉൾക്കടൽ തീരത്ത് വീശിയടിച്ച് ഒഡീഷ, പശ്ചിമ ബംഗാൾ എന്നീ സംസ്ഥാനങ്ങളിൽ നാശം വിതച്ച ചുഴലിക്കാറ്റ് ദാന. ആ പേര് നൽകിയത് ഖത്തർ. 2024 ഓഗസ്റ്റിൽ അറബിക്കടലിൽ വീശിയടിച്ച ചുഴലിക്കാറ്റ് അസ്ന. ആ പേര് നൽകിയത് പാകിസ്ഥാൻ. 2024 ഓഗസ്റ്റിൽ അറബിക്കടലിൽ വീശിയടിച്ച ചുഴലിക്കാറ്റ് അസ്ന. ആ പേര് നൽകിയത് പാകിസ്ഥാൻ. 2024 മെയ്യിൽ ബംഗാൾ ഉൾക്കടലിൽ വീശിയടിച്ച ചുഴലിക്കാറ്റ് റെമൽ. ആ പേര് നൽകിയത് ഒമാനാണ്. 2024 മെയ്യിൽ ബംഗാൾ ഉൾക്കടലിൽ വീശിയടിച്ച ചുഴലിക്കാറ്റ് റെമലാണ്. ആ പേര് നൽകിയത് ഒമാൻ. 2024 80ാമത് വാർഷികം ആഘോഷിച്ച വൈക്കം മുഹമ്മദ് ബഷീറിന്റെ നോവൽ ബാല്യകാല സഖി. 2024 80ാമത് വാർഷികം ആഘോഷിച്ച വൈക്കം മുഹമ്മദ് ബഷീറിന്റെ നോവൽ ബാല്യകാല സഖി. വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ബാല്യകാല സഖി എന്ന നോവലിലെ പ്രധാന കഥാപാത്രങ്ങൾ സുഹറ, മജീദ്. വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ബാല്യകാല സഖി എന്ന നോവലിലെ പ്രധാന കഥാപാത്രങ്ങൾ സുഹറ, മജീദ്. 2024 50ാമത് വാർഷികം ആചരിച്ച എം മുകുന്ദന്റെ നോവൽ മയ്യഴിപ്പുഴയുടെ തീരങ്ങളിൽ. 2024 50ാമത് വാർഷികം ആചരിച്ച എം മുകുന്ദന്റെ നോവൽ മയ്യഴിപ്പുഴയുടെ തീരങ്ങളിൽ. 2022 50ാമത് വാർഷികം ആഘോഷിച്ച പി വത്സലയുടെ നോവലിന്റെ പേര് നെല്ല്. 2022 50ാമത് വാർഷികം ആഘോഷിച്ച പി വത്സലയുടെ നോവലിന്റെ പേര് നെല്ല്. സർക്കാർ, അർദ്ധ സർക്കാർ സ്ഥാപനങ്ങളുടെയും വ്യക്തിഗത ഭൂവുടമകളുടെയും കൃഷിയോഗ്യമായ തരിശുഭൂമിയിൽ അനുയോജ്യമായ കൃഷി ചെയ്ത് ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച സർക്കാർ പദ്ധതി നവോത്ഥാൻ പദ്ധതി. സർക്കാർ, അർദ്ധ സർക്കാർ സ്ഥാപനങ്ങളുടെയും വ്യക്തിഗത ഭൂവുടമകളുടെയും കൃഷിയോഗ്യമായ തരിശുഭൂമിയിൽ അനുയോജ്യമായ കൃഷി ചെയ്ത് ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച സർക്കാർ പദ്ധതി നവോത്ഥാൻ പദ്ധതി. നവോത്ഥാൻ പദ്ധതിക്ക് നൽകിയിരിക്കുന്ന വ്യാഖ്യാനം ന്യൂ അഗ്രികൾച്ചർ ഓപ്പർച്യൂണിറ്റി ഡ്രൈവിംഗ് ഹോർട്ടിക്കൾച്ചർ ആൻഡ് അഗ്രി ബിസിനസ് നെറ്റ്വർക്കിംഗ്. നവോത്ഥാൻ പദ്ധതിക്ക് നൽകിയിരിക്കുന്ന വ്യാഖ്യാനം ന്യൂ അഗ്രികൾച്ചർ ഓപ്പർച്യൂണിറ്റീസ് ഡ്രൈവിംഗ് ഹോർട്ടിക്കൾച്ചർ ആൻഡ് അഗ്രി ബിസിനസ് നെറ്റ്വർക്കിംഗ്. പഴം, പച്ചക്കറി ഉൽപാദന വ്യാപാര ശൃംഖലകളിലൂടെ കാർഷിക ആദായത്തിന് പുതിയ അവസരങ്ങൾ ഒരുക്കുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച സർക്കാർ പദ്ധതി നവോത്ഥാൻ പദ്ധതി. പഴം, പച്ചക്കറി ഉൽപാദന വ്യാപാര ശൃംഖലകളിലൂടെ കാർഷിക ആദായത്തിന് പുതിയ അവസരങ്ങൾ ഒരുക്കുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച സർക്കാർ പദ്ധതി നവോത്ഥാൻ പദ്ധതി. അടുത്ത 5 വർഷത്തിനുള്ളിൽ കേരളം പച്ചക്കറി ഉൽപാദനത്തിൽ സ്വയം പര്യാപ്തത കൈവരിക്കാൻ ലക്ഷ്യമിട്ട് 2025 ജനുവരി മുതൽ കൃഷി വകുപ്പ് സംസ്ഥാനത്തൊട്ടാകെ നടപ്പിലാക്കുന്ന പദ്ധതി സമ്പൂർണ്ണ പച്ചക്കറി യജ്ഞം. അടുത്ത 5 വർഷത്തിനുള്ളിൽ കേരളം പച്ചക്കറി ഉൽപാദനത്തിൽ സ്വയം പര്യാപ്തത കൈവരിക്കാൻ ലക്ഷ്യമിട്ട് 2025 ജനുവരി മുതൽ കൃഷി വകുപ്പ് സംസ്ഥാനത്തൊട്ടാകെ നടപ്പാക്കുന്ന പദ്ധതി സമ്പൂർണ്ണ പച്ചക്കറി യജ്ഞം. കാലാവസ്ഥാ വ്യതിയാനം നേരിടാനും അതിന് അനുസൃതമായ കൃഷിരീതി അവലംബിച്ച് കാർഷിക വരുമാനം വർദ്ധിപ്പിക്കാനുമായി കൃഷി വകുപ്പ് അവതരിപ്പിച്ച പദ്ധതി കേരള ക്ലൈമറ്റ് റെസിലിയന്റ് അഗ്രി വാല്യൂ ചെയിൻ കേര പദ്ധതി. കാലാവസ്ഥാ വ്യതിയാനം നേരിടാനും അതിന് അനുസൃതമായ കൃഷിരീതി അവലംബിച്ച് കാർഷിക വരുമാനം വർദ്ധിപ്പിക്കാനുമായി കൃഷി വകുപ്പ് അവതരിപ്പിച്ച പദ്ധതി കേരള ക്ലൈമറ്റ് റെസിലിയന്റ് അഗ്രി വാല്യൂ ചെയിൻ കേര പദ്ധതി. 2023 മലയാള ഭാഷയ്ക്കുള്ള കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ചത് ഇ.വി. രാമകൃഷ്ണൻ. കൃതി മലയാള നോവലിന്റെ ദേശകാലങ്ങൾ. 2023 മലയാള ഭാഷയ്ക്കുള്ള കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ചത് ഇ.വി. രാമകൃഷ്ണൻ. കൃതി മലയാള നോവലിന്റെ ദേശകാലങ്ങൾ. 2022 മലയാള ഭാഷയ്ക്കുള്ള കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? എം തോമസ് മാത്യു. കൃതി ആശാന്റെ സീതായനം.
2022 മലയാള ഭാഷയ്ക്കുള്ള കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ചത് എം തോമസ് മാത്യു. കൃതി ആശാന്റെ സീതായനം. ഭാരതീയ ന്യായ സംഹിത പ്രകാരമുള്ള ഇന്ത്യയിലെ ആദ്യ കേസ് രജിസ്റ്റർ ചെയ്തത് എവിടെയാണ്? ഗ്വാളിയർ. ഭാരതീയ ന്യായ സംഹിത പ്രകാരമുള്ള ഇന്ത്യയിലെ ആദ്യ കേസ് രജിസ്റ്റർ ചെയ്തത് എവിടെയാണ്? ഗ്വാളിയർ. ഭാരതീയ ന്യായ സംഹിത പ്രകാരമുള്ള കേരളത്തിലെ ആദ്യ കേസ് രജിസ്റ്റർ ചെയ്തത് കൊണ്ടോട്ടി, മലപ്പുറം. ഭാരതീയ ന്യായ സംഹിത പ്രകാരമുള്ള കേരളത്തിലെ ആദ്യ കേസ് രജിസ്റ്റർ ചെയ്തത് കൊണ്ടോട്ടി, മലപ്പുറം. നിലവിലെ കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ ജസ്റ്റിസ് അലക്സാണ്ടർ തോമസ്. നിലവിലെ കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ ജസ്റ്റിസ് അലക്സാണ്ടർ തോമസ്. ഏറ്റവും ദൈർഘ്യമേറിയ ബഹിരാകാശ നടത്തത്തിനുള്ള റെക്കോർഡ് സ്വന്തമാക്കിയത് ചെയ് സുഷെ സോങ് ലിങ്ഡോ. ഏറ്റവും ദൈർഘ്യമേറിയ ബഹിരാകാശ നടത്തത്തിനുള്ള റെക്കോർഡ് സ്വന്തമാക്കിയത് ചെയ് സുഷെ സോങ് ലിങ്ഡോ. ലോക ബ്ലിറ്റ്സ് ചാമ്പ്യൻഷിപ്പ് ഓപ്പൺ വിഭാഗത്തിൽ കിരീടം നേടിയത് മാഗ്നസ് കാൾസനും യാൻ നിപോംനിഷി. ലോക ബ്ലിറ്റ്സ് ചാമ്പ്യൻഷിപ്പ് ഓപ്പൺ വിഭാഗത്തിൽ കിരീടം നേടിയത് മാഗ്നസ് കാൾസൺ ആൻഡ് യാൻ നിപോംനിഷി. ലോക റാപ്പിഡ് ചെസ് ചാമ്പ്യൻഷിപ്പ് വനിതാ വിഭാഗത്തിൽ ജേതാവായത് കൊനേരു ഹംപി. ലോക റാപ്പിഡ് ചെസ് ചാമ്പ്യൻഷിപ്പ് വനിതാ വിഭാഗത്തിൽ ജേതാവായത് കൊനേരു ഹംപി. ഇന്ത്യയിൽ 124 വർഷത്തിനിടെ ഏറ്റവും അധികം ചൂട് അനുഭവപ്പെടുന്ന വർഷം 2024. ഇന്ത്യയിൽ 124 വർഷത്തിനിടെ ഏറ്റവും അധികം ചൂട് അനുഭവപ്പെടുന്ന വർഷം 2024. പ്രമുഖ സസ്യശാസ്ത്രജ്ഞനും പത്മശ്രീ ജേതാവുമായ ഡോക്ടർ KS മണിലാൽ അന്തരിച്ചതെന്നാണ്? 2025 ജനുവരി 1. പ്രമുഖ സസ്യശാസ്ത്രജ്ഞനും പത്മശ്രീ ജേതാവുമായ ഡോക്ടർ KS മണിലാൽ അന്തരിച്ചത് 2025 ജനുവരി 1. 2025 ജനുവരിയിൽ ബ്രിക്സ് കൂട്ടായ്മയിൽ അംഗത്വം നേടിയ രാജ്യം ഏത്? ഇന്തോനേഷ്യ. 2025 ജനുവരിയിൽ ബ്രിക്സ് കൂട്ടായ്മയിൽ അംഗത്വം നേടിയ രാജ്യം ഇന്തോനേഷ്യ. 2024 ബ്രിക്സ് കൂട്ടായ്മയിൽ അംഗത്വം നേടിയ രാജ്യങ്ങൾ ഈജിപ്ത്, എത്യോപ്യ, ഇറാൻ, UAE. 2024 ബ്രിക്സ് കൂട്ടായ്മയിൽ അംഗത്വം നേടിയ രാജ്യങ്ങൾ ഈജിപ്ത്, എത്യോപ്യ, ഇറാൻ, UAE. 2025 17ാമത് ബ്രിക്സ് ഉച്ചകോടിയുടെ വേദി റിയോ ഡി ജനീറോ, ബ്രസീൽ. 2025 17ാമത് ബ്രിക്സ് ഉച്ചകോടിയുടെ വേദി റിയോ ഡി ജനീറോ, ബ്രസീൽ. 2024 ബ്രിക്സ് ഉച്ചകോടിയുടെ വേദി കസാൻ, റഷ്യ. 2024 ബ്രിക്സ് ഉച്ചകോടിയുടെ വേദി കസാൻ, റഷ്യ. 2023 ബ്രിക്സ് ഉച്ചകോടിയുടെ വേദി ജോഹന്നാൻസ്ബർഗ്, ദക്ഷിണാഫ്രിക്ക. 2023 ബ്രിക്സ് ഉച്ചകോടിയുടെ വേദി ജോഹന്നാൻസ്ബർഗ്, ദക്ഷിണാഫ്രിക്ക. 2024 ശ്രേഷ്ഠ ഭാഷാ പദവി ലഭിച്ച ഭാഷകൾ മറാത്തി, പാലി, പ്രാകൃത്, ബംഗാളി, അസമീസ്. 2024 ശ്രേഷ്ഠ ഭാഷാ പദവി ലഭിച്ച ഭാഷകൾ മറാത്തി, പാലി, പ്രാകൃത്, ബംഗാളി, അസമീസ്. 2024 പ്രഥമ കേരള ക്രിക്കറ്റ് ലീഗിൽ ജേതാക്കളായത് ഏരീസ്, കൊല്ലം. 2024 പ്രഥമ കേരള ക്രിക്കറ്റ് ലീഗിൽ ജേതാക്കളായത് ഏരീസ്, കൊല്ലം. 2024 പ്രഥമ കേരള ക്രിക്കറ്റ് ലീഗിൽ റണ്ണറപ്പായത് കാലിക്കറ്റ് ഗ്ലോബ് സ്റ്റാർസ്. 2024 പ്രഥമ കേരള ക്രിക്കറ്റ് ലീഗിൽ റണ്ണറപ്പായത് കാലിക്കറ്റ് ഗ്ലോബ് സ്റ്റാർസ്. കേരള ക്രിക്കറ്റ് ലീഗിന്റെ ബ്രാൻഡ് അംബാസിഡർ ആയത് മോഹൻലാൽ. കേരള ക്രിക്കറ്റ് ലീഗിന്റെ ബ്രാൻഡ് അംബാസിഡർ മോഹൻലാൽ. 2024 പ്രഥമ കേരള ക്രിക്കറ്റ് ലീഗിൽ ജേതാക്കളായ കൊല്ലം സ്ലെയിലേഴ്സിന്റെ ക്യാപ്റ്റൻ സച്ചിൻ ബേബി. 2024 പ്രഥമ കേരള ക്രിക്കറ്റ് ലീഗിൽ ജേതാക്കളായ കൊല്ലം സ്ലെയിലേഴ്സിന്റെ ക്യാപ്റ്റൻ സച്ചിൻ ബേബി. 7 ഭൂഖണ്ഡങ്ങളിലെ ഏറ്റവും ഉയരം കൂടിയ 7 കൊടുമുടികൾ കയറിയ ഏറ്റവും പ്രായം കുറഞ്ഞ പെൺകുട്ടി കാമ്യ കാർത്തികേയൻ. 7 ഭൂഖണ്ഡങ്ങളിലെ ഏറ്റവും ഉയരം കൂടിയ 7 കൊടുമുടികൾ കയറിയ ഏറ്റവും പ്രായം കുറഞ്ഞ പെൺകുട്ടി കാമ്യ കാർത്തികേയൻ. ഒരു സീസണിൽ 2 തവണ എവറസ്റ്റ് കൊടുമുടിയും ലോട്ട്സെ കൊടുമുടിയും കീഴടക്കിയ ആദ്യ വ്യക്തി എന്ന നേട്ടം സ്വന്തമാക്കിയ ഇന്ത്യക്കാരൻ സത്യദീപ് ഗുപ്ത. ഒരു സീസണിൽ 2 തവണ എവറസ്റ്റ് കൊടുമുടിയും ലോട്ട്സെ കൊടുമുടിയും കീഴടക്കിയ ആദ്യ വ്യക്തി എന്ന നേട്ടം സ്വന്തമാക്കിയ ഇന്ത്യക്കാരൻ സത്യദീപ് ഗുപ്ത. കേന്ദ്ര സർക്കാരിന്റെ പുതിയ ഭേദഗതി പ്രകാരം തെരഞ്ഞെടുപ്പിൽ മുതിർന്ന പൗരന്മാർക്ക് തപാൽ വോട്ട് സൗകര്യം ലഭ്യമാകുന്ന പ്രായം 85 വയസ്സ്. കേന്ദ്ര സർക്കാരിന്റെ പുതിയ ഭേദഗതി പ്രകാരം തെരഞ്ഞെടുപ്പിൽ മുതിർന്ന പൗരന്മാർക്ക് തപാൽ വോട്ട് സൗകര്യം ലഭ്യമാകുന്ന പ്രായം 85 വയസ്സ്. ഭിന്നശേഷി തെരഞ്ഞെടുപ്പ് പ്രക്രിയ ലഘൂകരിക്കുന്നതിനായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അവതരിപ്പിച്ച മൊബൈൽ ആപ്പ് സാക്ഷം ആപ്പ്. ഭിന്നശേഷിക്കാർക്ക് തെരഞ്ഞെടുപ്പ് പ്രക്രിയ ലഘൂകരിക്കുന്നതിനായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അവതരിപ്പിച്ച മൊബൈൽ ആപ്പ് സാക്ഷം ആപ്പ്. ലോക്സഭ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പെരുമാറ്റച്ചട്ട ലംഘനം ഉൾപ്പെടെയുള്ള പരാതികളും ക്രമക്കേടുകളും അധികൃതരെ അറിയിക്കുവാനുള്ള മൊബൈൽ ആപ്ലിക്കേഷൻ സി വിജിൽ.
ലോക്സഭ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പെരുമാറ്റച്ചട്ട ലംഘനം ഉൾപ്പെടെയുള്ള പരാതികളും ക്രമക്കേടുകളും അധികൃതരെ അറിയിക്കുവാനുള്ള മൊബൈൽ ആപ്ലിക്കേഷൻ സി-വിജിൽ. വോട്ടർ ബോധവൽക്കരണത്തിനും ഇന്ത്യൻ വോട്ടർ സാക്ഷരത പ്രോത്സാഹിപ്പിക്കുന്നതിനുമുള്ള തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ബോധവൽക്കരണ പരിപാടി സ്വീപ്. വോട്ടർ ബോധവൽക്കരണത്തിനും ഇന്ത്യൻ വോട്ടർ സാക്ഷരത പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ബോധവൽക്കരണ പരിപാടി സ്വീപ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളെക്കുറിച്ചറിയാൻ സഹായകമായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വികസിപ്പിച്ച മൊബൈൽ ആപ്ലിക്കേഷൻ KYC ആപ്പ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളെക്കുറിച്ചറിയാൻ സഹായകമായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വികസിപ്പിച്ച മൊബൈൽ ആപ്ലിക്കേഷൻ KYC ആപ്പ്. ഇന്ത്യയിൽ ആദ്യമായി സ്വകാര്യ ലോഞ്ച് പാഡിൽ നിന്നും വിക്ഷേപിച്ച സ്വകാര്യ റോക്കറ്റ് ഏത്? അഗ്നിബാൻ. ഇന്ത്യയിൽ ആദ്യമായി സ്വകാര്യ ലോഞ്ച് പാഡിൽ നിന്നും വിക്ഷേപിച്ച സ്വകാര്യ റോക്കറ്റ് ഏത്? അഗ്നിബാൻ. ഇന്ത്യയുടെ സ്വകാര്യ ബഹിരാകാശ കമ്പനിയായ അഗ്നികുൽ കോസ്മോസ് വികസിപ്പിച്ച വിക്ഷേപണ വാഹനം അഗ്നിബാൻ സോർട്ടഡ്. ഇന്ത്യയുടെ സ്വകാര്യ ബഹിരാകാശ കമ്പനിയായ അഗ്നികുൽ കോസ്മോസ് വികസിപ്പിച്ച വിക്ഷേപണ വാഹനം അഗ്നിബാൻ സോർട്ടഡ്. ഇന്ത്യയും ഓസ്ട്രേലിയയും തമ്മിലുള്ള ടെസ്റ്റ് പരമ്പരയായ ബോർഡർ ഗാവസ്കർ ട്രോഫി സ്വന്തമാക്കിയത് ഓസ്ട്രേലിയ. ഇന്ത്യയും ഓസ്ട്രേലിയയും തമ്മിലുള്ള ടെസ്റ്റ് പരമ്പരയായ ബോർഡർ ഗാവസ്കർ ട്രോഫി സ്വന്തമാക്കിയത് ഓസ്ട്രേലിയ. ഇന്ത്യയിലെ ആദ്യ ആയുർവേദ മെഡിക്കൽ ഉപകരണം എന്ന വിശേഷണത്തോടെ തദ്ദേശീയമായി വികസിപ്പിച്ച ഡയഗ്നോസ്റ്റിക് ഉപകരണം നാഡീതരംഗിണി. ഇന്ത്യയിലെ ആദ്യ ആയുർവേദ മെഡിക്കൽ ഉപകരണം എന്ന വിശേഷണത്തോടെ തദ്ദേശീയമായി വികസിപ്പിച്ച ഡയഗ്നോസ്റ്റിക് ഉപകരണം നാഡീതരംഗിണി. അപ്പോൾ ഇത്രയും ചോദ്യങ്ങളാണ് 2025 ജനുവരിയിൽ തൊഴിൽ വീതിയിൽ പ്രസിദ്ധീകരിച്ചിട്ടുള്ള കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങൾ. താങ്ക്സ് ഫോർ വാച്ചിങ്.